ജോയിൻ ആരെങ്കിലും ഈ ഓൺലൈൻ ഇരിക്കുന്ന ആളുകൾ റെക്കോർഡിങ് ഞാൻ ഓണാക്കാൻ മറക്കുമ്പോൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. നിങ്ങൾ ഉത്തരവാദിത്തമാണ് അത് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ജോയിന്റ് ഫാമിലി എന്ത് ചെയ്തു? ജോയിന്റ് ഫാമിലി, പണ്ട് ഫാമിലി ജോയിന്റ് ആയിരുന്നു. എന്തിന്റെ ഭാഗമായിട്ടാണ് ഫാമിലി ന്യൂക്ലിയർ ആയത്? എങ്ങനെയാണ് ഫാമിലി ജോയിന്റ് ഫാമിലി ന്യൂക്ലിയർ ആവാനുള്ള റീസൺ എന്തായിരുന്നു? ബേസിക്കലി അർബണൈസേഷന് മുന്നേ എന്തിനാണ് അർബണൈസേഷൻ വന്നു? പക്ഷെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നിട്ടല്ല അർബണൈസേഷൻ വന്നേ. ആദ്യം ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു, ദെൻ അർബണൈസേഷനിലേക്ക് വന്നു. അപ്പൊ ജോയിന്റ് ഫാമിലിയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് എന്തായി മാറി? അത് ന്യൂക്ലിയർ ഫാമിലി ആയി മാറി. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ? കോറിലേഷൻ അല്ലേ? ഒരു ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് എന്തിന് ഇംപ്ലിമെന്റ് ചെയ്യാണ്? ഇൻഡസ്ട്രിയലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അത് ന്യൂക്ലിയർ ഫാമിലി ആയി മാറുന്നു. ആ ഒരു കോറിലേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഓരോ സാധനങ്ങളും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓരോ തിയറി ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നതും എന്താണ്? ഇതിന്റെ ബേസിസിലായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് സോഷ്യോളജിന്റെ ഒരു ബേസിക് നമുക്ക് എന്താ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് പറയും. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ ക്രൈമിനെ പറ്റി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഒരു സോഷ്യോളജിസ്റ്റ് തിങ്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ടോപ്പിക് തുടങ്ങിയിട്ടില്ല. അപ്പൊ ക്രൈമിനെ പറ്റി നോക്കുമ്പം ക്രൈം കൂടുതൽ അർബൺ ഏരിയയിലായിരിക്കോ റൂറൽ ഏരിയയിലായിരിക്കോ? അർബൺ ഏരിയയിൽ. കാരണം ഓൺലൈൻ പറയോ എവിടെയായിരിക്കും? കുറച്ച് ഇവിടെ ഓഫ്ലൈൻ പറയുന്നു അർബൺ ഏരിയ. അർബൺ ആണ്. എല്ലാവർക്കും അർബൺ ആണെന്നാ പറയുന്നത് അല്ലെ? റീസൺ എന്താ അർബൺ ഏരിയ എന്ന് പറയാൻ? ഒന്ന് ഡിസ്പാരിറ്റി, പിന്നെ ഇൻകം കൂടുതൽ എവിടെയാ? അപ്പം ക്രൈം കൂടുവോ? റൂറൽ ഏരിയ അല്ലേ സർ? എങ്ങനെ റൂറൽ ഏരിയയിൽ എന്നാ പറയുന്നത്? റീസൺ എന്താ? റൂറൽ ഏരിയയിൽ ഈ സർവൈലൻസ് ക്യാമറ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ലല്ലോ. സർവൈവൽ സിസ്റ്റം, പുതിയ CCTV ടെക്നോളജീസ് ഒന്നുമില്ല. അപ്പൊ കള്ളന് സുഖമായിട്ട് മോഷ്ടിക്കാം. പക്ഷെ കള്ളന് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഈ അടുത്തൊരു കള്ളൻ അമ്പലത്തിൽ കയറുമ്പോൾ പെട്ടെന്ന് CCTV കണ്ടത് ഓർമ്മയുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കള്ളൻ അമ്പലത്തിൽ കയറി പ്രതിഷ്ഠ മോഷ്ടിച്ചോണ്ടിരിക്കുക, തിരിഞ്ഞു നോക്കുമ്പോ CCTV. പെട്ടെന്ന് നിലത്ത് വീണിട്ട് നമസ്കരിച്ച് തിരിച്ചുപോയി. ഞാൻ പ്രാർത്ഥിക്കാൻ വന്നത് രാത്രി 2 മണിക്ക്. ഹെവി പോപ്പുലേറ്റഡ് അർബൺ ഏരിയ. അതുകൊണ്ട് ക്രിമിനൽ ഇത് കൂടാൻ ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ, സോ ബേസിക്കലി ഇഫ് വെൻ യു ലുക്ക് അറ്റ് ദ ക്രൈം റേറ്റ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഏത് സിറ്റീസ് എവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നത് അർബൻ ഏരിയയിലായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇൻകം ഡിസ്പാരിറ്റി ഏറ്റവും കൂടുതൽ എവിടെയാണ്? അർബൺ ഏരിയയിലായിരിക്കും ഉണ്ടാവുക. റിച്ചും പൂറും തമ്മിലുള്ള ഡിഫറൻസസ് നിങ്ങൾക്ക് വലിയ രീതിയിൽ എവിടെ കാണാൻ പറ്റും? അർബൺ ഏരിയയിൽ ഈ ഡിഫറൻസ് വലിയ രീതിയിൽ കാണാൻ പറ്റും, റിച്ചും പൂറും തമ്മിലുള്ള ഡിഫറൻസസ് അല്ലെ? കാരണം നമ്മൾ അർബൺ ഏരിയയിൽ പോയി നോക്കി കഴിഞ്ഞാൽ വി ക്യാൻ സി ഓഡി അല്ലെ, ബെൻസ്, BMW, ചെറിയ കാറുകൾ കാണാൻ പറ്റും. ഐഫോൺസ് ആയിരിക്കും മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇപ്പം ബോളിവുഡ് സിനിമ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബോളിവുഡ് സിനിമയാണ് ഒരു അർബണൈസേഷന്റെ, ഇന്ത്യൻ അർബണൈസേഷന്റെ ഒരു പതിപ്പ്. എങ്ങനെയായിരിക്കും? ഫുൾ ഹൈഫൈ അല്ലെ? പൂർ ആയിട്ടുള്ള ആളുകളൊന്നും ബോളിവുഡ് സിനിമയിലില്ല. ബോളിവുഡ് ഫുൾ എന്താ റിച്ച് ടീമിന്റെ കളിയാണ്. അപ്പം പൂർ ആയിട്ടുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ കാണാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന ഞാൻ എന്തായിരിക്കും കാണുന്നത്? ഈ ഇൻകം വ്യത്യാസമായിരിക്കും. സോ എന്റെ ആസ്പിറേഷൻ എവിടെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക? അർബൺ ഏരിയയിലെ ആളുകൾക്ക് ആസ്പിറേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. എല്ലാവർക്കും എന്താവണം എന്ന് ആഗ്രഹം ഉണ്ടാവും? റിച്ച് ആവണം എന്നുള്ള ആഗ്രഹം ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ദ ഡിസ്പാരിറ്റി ഈസ് ഹ്യൂജ്. പക്ഷേ ഞാൻ എന്നും ഓഫീസിൽ പോയി പണിയെടുത്തുകൊണ്ട് മാത്രം ഞാൻ റിച്ച് ആവുമോ? സം പീപ്പിൾ വിൽ ബിക്കം റിച്ച്. പക്ഷെ സിസ്റ്റത്തിനുള്ളിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? റിച്ച് ആവാൻ പറ്റില്ല. ദർ വിൽ ബി റെസ്ട്രിക്ഷൻസ്. അപ്പൊ ലീഗലി റൂട്ടിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിച്ച് ആവാൻ പറ്റില്ല. ദെൻ ഐ വിൽ ടേക്ക് എ ഷോർട്ട് കട്ട് ടു ബിക്കം റിച്ച്. ഷോർട്ട് കട്ട് എടുക്കാൻ നോക്കും, ദാറ്റ് ലീഡിങ് ടു ക്രൈം. പക്ഷെ റൂറൽ ഏരിയയിൽ നോക്കിക്കേ, ഇൻകം ഇൻഇക്വാലിറ്റി ഭയങ്കര കുറവായിരിക്കും. റൂറൽ ഏരിയയിൽ ഇപ്പൊ നമ്മളെ റൂറൽ ഏരിയയിൽ ഏറ്റവും വലിയ ആളെന്ന് പറയുന്ന ആരായിരിക്കും? NSSന്റെ കരയോഗം പ്രസിഡന്റ് ആയിരിക്കും. അതിനപ്പുറത്തേക്ക് അവിടെ ഒരാള് നമ്മളല്ലേ, അവൻ ആരും ആഗ്രഹിക്കുന്നുമില്ല. അതായത് റൂറൽ ഏരിയയിൽ റിച്ചും പൂറും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തല്ല, ഭയങ്കര വലിയ ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പൊ എല്ലാവരും വീട്ടിൽ ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആസ്പിറേഷൻസ് എന്തായിരിക്കും? നമ്മുടെ ആസ്പിറേഷൻസ് എപ്പോഴും ചെറുതായിരിക്കും. മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ വലിയ ആസ്പിറേഷനുള്ള ആളുകളൊക്കെ പണ്ട് കള്ളവണ്ടി കയറി മുംബൈ പോകുന്നത് എന്തിനാണ്? റൂറൽ ഏരിയയിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. സോ ആസ്പിറേഷൻസ് എപ്പോഴും ചെറുതായിരിക്കും. ആസ്പിറേഷൻ ചെറുതായതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇവിടെ ക്രൈം റേറ്റ് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ സൊസൈറ്റിയിൽ ക്രൈം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുമോ? എന്നെങ്കിലും ഇപ്പൊ സൊസൈറ്റി ഭയങ്കര ഡെവലപ്ഡ് ആയി. നിങ്ങൾ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റി, ഒരു രാജ്യം ഏതാണ്? US അല്ലേ? US ക്രൈം ഉണ്ടോ? ആക്ച്വലി US ഇന്ത്യനെക്കാളും ക്രൈം ഉണ്ട്.
UK ക്രൈം ഉണ്ടോ? UK ആക്ച്വലി ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. മൊബൈൽ കോള് വന്ന് നമ്മൾ മൊബൈൽ ഇപ്പം എടുത്ത് നടക്കുവാണെന്നുണ്ടെങ്കിൽ ആരെയും തട്ടിപ്പിടിച്ച് ഓടും. അല്ലെങ്കിൽ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ തോക്കി ഉണ്ടി വന്നിട്ട് ആളുകൾ ഷൂട്ട് ചെയ്യും. ഇപ്പൊ ഈ മലയാളികളൊക്കെ കുറെ പേര് പഠിക്കാൻ പറ്റി കുറെ റിപ്പോർട്ട്സ് ഒക്കെ വരുന്നില്ല. UK ഈസ് ഹൈലി ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ നേരിടുന്ന ഒരു കൺട്രിയാണ് ഇപ്പം. സോ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടും ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ക്രൈം കളയാൻ പറ്റാത്തത്? ഒരിക്കലും നമുക്ക് ക്രൈം എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അൺലെസ് ആൻഡ് അണ്ടിൽ ദർ ഈസ് എ ആസ്പിറേഷൻ ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ ആസ്പിറേഷനും ഈ ഡിസ്പാരിറ്റി ഉള്ളിടത്തോളം കാലം സൊസൈറ്റിയിൽ എന്തുണ്ടാവും? ക്രൈം എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് സോഷ്യോളജിസ്റ്റ് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കും. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ആണ് തരുന്നത്. സോഷ്യോളജിനെ പറ്റി നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. അപ്പൊ ക്രൈം എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടില്ല, ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ട് പോലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ക്രൈം കുറയ്ക്കാൻ പറ്റില്ല. ക്രൈം ഒരിക്കലും സൊസൈറ്റിയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല. കാരണം എന്താണ്? എത്ര കാലം സൊസൈറ്റിയിൽ ആസ്പിറേഷൻ ഉണ്ടോ അത്രയും കാലം എന്ത് ചെയ്യും? സൊസൈറ്റിയിൽ ക്രൈം എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അർബനൈസേഷന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ക്രൈം എന്ന് പറയുന്നത്. അർബനൈസേഷൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ഉണ്ടാവും? ക്രൈം ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതിനർത്ഥം എന്താ? അർബനൈസേഷൻ ബാഡ് ആണോ? അർബനൈസേഷൻ ബാഡ് അല്ല. അർബനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഒരു നെഗറ്റീവ് എന്താണ്? അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്രൈം. അതുപോലെ തന്നെ അർബനൈസേഷൻ കൊണ്ട് വന്നിട്ടുള്ള ഇപ്പൊ ഫാമിലി, ഇപ്പൊ ഒരു ചേഞ്ച് നമ്മൾ സൊസൈറ്റിയിൽ ഇപ്പൊ സയൻസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിഫറെന്റ് ടൈപ്പ് ആക്കി മാറ്റാറുണ്ട് ഓരോ സാധനത്തിന്, അല്ലെ? ഇപ്പൊ എല്ലാത്തിനും നമ്മൾ ടൈപ്പോളജി ചെയ്യാറുണ്ട്. സയൻസ് അങ്ങനെയല്ല പഠിക്കുക, ക്ലാസിഫിക്കേഷൻസ് ചെയ്യും. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ സയൻസിൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ, ഇപ്പം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റോക്സ് ഏതൊക്കെയാ? സെഡിമെന്ററി റോക്സ് ഉണ്ട്, ഇഗ്നിയസ് റോക്സ് ഉണ്ട്, മെറ്റമോർഫിക് റോക്സ് ഉണ്ട്. ഇങ്ങനെയാണ് സയൻസ് ഒരു സാധനത്തെ പഠിക്കുക. സോഷ്യോളജി എങ്ങനെ ചെയ്യും? ഇങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുക? ഒരു സൊസൈറ്റിയെ പഠിക്കുന്നത്. ഒരു ടൈപ്പോളജി സൊസൈറ്റിയിൽ എന്ത് ചെയ്യും? ഇപ്പൊ സൊസൈറ്റിനെ സോഷ്യോളജി എന്ത് ചെയ്യും? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്ന് ട്രഡീഷണൽ സൊസൈറ്റിയും രണ്ട് മോഡേൺ സൊസൈറ്റി. ഇനി വേറെ ഫാമിലിനെ ക്ലാസിഫൈ ചെയ്തൂടെ? ഫാമിലിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി. ഇനി ഏതെങ്കിലും ഫാമിലി ഉണ്ടോ? ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി. വേറെ ഏതെങ്കിലും ഫാമിലി ഉണ്ടോ? സ്മോൾ ഫാമിലിയാ? അതെ അതെ അതെ. വേറെ ഓൺലൈൻ ഏതാ? മിക്സഡ്. അതെങ്ങനെയാ മിക്സഡ് ഫാമിലി? എന്താ? പല റിലീജിയൻ ആയിട്ട് വരുന്നത്. ന്യൂക്ലിയർ ഫാമിലി, അച്ഛൻ അമ്മ. ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ എത്ര ജനറേഷൻ ഉണ്ടാവും? 3 ജനറേഷൻ ഉണ്ടാവും. ഞാൻ, എന്റെ അച്ഛൻ, എന്റെ അപ്പൂപ്പൻ, അല്ലെ? ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ ഞാനും എന്റെ അച്ഛനും, അച്ഛന് വൈഫ് ഉണ്ട്, ഞങ്ങള് മക്കളാക്കളെ. ആ സാധനം വൈഫ് എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ. ഓക്കെ. ഇനി വേറെ എന്തുണ്ട് നമുക്ക് വേണേ പറയാം? ഡിങ് ഫാമിലി എന്ന് കേട്ടിട്ടുണ്ടോ? ഡിങ്ക് എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻകം നോ കിഡ്സ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡബിൾ ഇൻകം നോ കിഡ്സ്. ഡബിൾ ഇൻകം നോ കിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഒരു ചൈൽഡിനെ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ചെലവല്ലേ? ഒരു ചൈൽഡിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചെലവാ. അപ്പൊ ഈ ചെലവിലേക്ക് പോകേണ്ട കാര്യം ഇവരെന്ത് ചെയ്യില്ല? ദേ ആർ മോർ ഓഫ് എ ആസ്പിറേഷൻ എങ്ങോട്ടാണ്? വെൽത്ത് ഡെവലപ്പ് ചെയ്യുക. അല്ലെങ്കിൽ രണ്ടുപേരും എന്തുണ്ട്? രണ്ടുപേർക്കും ഇൻകം ഉണ്ട്. ഡബിൾ ഇൻകം ആണ്. രണ്ടുപേർക്കും ഇൻകം ഉണ്ട്. ആ ഇൻകം ഉപയോഗിച്ചിട്ട് ദേ ആർ ട്രാവലിംഗ് ഓർ ദേ ആർ എൻജോയിങ് ദെയർ ലൈഫ്. ദേ ഡോണ്ട് വാണ്ട് കിഡ്സ്. ഇങ്ങനത്തെ ഫാമിലീസ് ഡെവലപ്ഡ് കൺട്രീസിൽ കണ്ടുവരും. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഫാമിലീസ് വരുന്നുണ്ട്. അവരെന്ത് ചെയ്യില്ല? ദേ ഡോണ്ട് വാണ്ട് ചിൽഡ്രൻ, ലൈക്ക് എൻജോയ് ദെയർ ലൈഫ്. ഓക്കെ. വേറൊരു ടൈപ്പാണ് വീക്കെൻഡ് ഫാമിലി. ലിവിങ് ടുഗദർ ഉണ്ട്. അതാണ് അവന്റെ വിഷമം. അത് പറഞ്ഞില്ല, ലിവിങ് ടുഗദർ. ഓക്കെ. വീക്കെൻഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതൊരു നമ്മൾ കണ്ടുവരുന്ന അർബൻ സൈഡിൽ കണ്ടുവരുന്ന ഒരു ഫാമിലി ടൈപ്പാണ്. എന്താണ്? ശനിയും ഞായറും മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമേ കാണൂ. വീക്കെൻഡിൽ രണ്ടുപേരും എന്താണ്? രണ്ട് സ്ഥലങ്ങളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവര് തമ്മിൽ ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യില്ല? ഫിസിക്കലി ഇവർ കാണുന്ന ഇതൊന്നുമില്ല. ഇവരെന്താണ്? വീക്കെൻഡ് ആവുമ്പം മാറി വന്ന് താമസിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ലിവിങ് ടുഗദർ ഇല്ലേ? എന്താണ് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മാരേജ് എന്ന് പറയുന്ന ഒരു സാധനം എന്തില്ല? ഇല്ല. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു? ഒന്നിച്ച് താമസിക്കുന്നു വിത്തൗട്ട് മാരേജ് എന്ന് പറയുന്ന ഒരു സെറിമണി. ഇന്ത്യയിൽ മാരേജ് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒരാണും പെണ്ണും തമ്മിൽ ഒന്നിച്ച് താമസിക്കാൻ പാടുള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നു? തിരിച്ച് താമസിക്കുന്നു. വേറെ ടൈപ്പ് ഓഫ് ഫാമിലി പറയാവോ? വീക്കെൻഡ് ഫാമിലി പറഞ്ഞു. ഈ ലിവിങ് ടുഗദറിന് തന്നെ വേറൊരു സാധനമാണ്
ഈ ലിവിങ് ടൂതർ എവിടെയാണ്? കല്യാണം കഴിയുന്നതിന് മുന്നേ അല്ലേ പൊതുവെ ലിവിങ് ടൂതർ ചെയ്യുക. ഇന്ത്യയിലെ ആളുകൾ ലിവിങ് ടൂതർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മുന്നേ ലിവിങ് ടൂതർ ചെയ്യും. ദെൻ പാരന്റ്സിനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ദേ വിൽ മാരി ഇൻ എ ട്രഡീഷണൽ ഫോർമാറ്റ്. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിനെ മടുക്കുമ്പോൾ നമ്മൾ എന്തായി മാറും? ലിവിങ് അപ്പാർട്ട് ടുഗദർ. കേട്ടിട്ടുണ്ടോ? ഇവിടെ എന്താ ചെയ്യുന്നത്? അവർക്ക് മനസ്സിലായി ഒന്നിച്ച് താമസിച്ച് കഴിഞ്ഞാൽ അടിയാ. അപ്പൊ ചില അച്ഛൻ വേറെ വീട്ടിലായിരിക്കും, അമ്മ വേറെ വീട്ടിലായിരിക്കും. അവർ ഡിവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഡിവോഴ്സ് ഒന്നും ചെയ്യാനുള്ള അത്രയും പോകാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷെ ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ദേ ആർ സെപ്പറേറ്റഡ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ആണെങ്കിൽ 2 റൂമിലായിരിക്കും. സോ ദിസ് കൈൻഡ് ഓഫ് ഫാമിലി ഈസ് നോൺ ആസ് ലിവിങ് അപ്പാർട്ട് ടുഗദർ. ഓക്കെ, രണ്ടുപേരും എന്ത് ചെയ്യുന്നു? മാറി മാറി താമസിക്കുന്നു. ഇനി കുറെ ഫാമിലീസ്, വെർച്വൽ ഫാമിലി കേട്ടിട്ടുണ്ടോ? വെർച്വൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫാമിലി കാണാൻ പറ്റും, അല്ലേ? ഒരു അപ്പൂപ്പനും ഉണ്ടാവും, ഒരു അമ്മൂമ്മ ഉണ്ടാവും. വെറുതെ ഡെയിലി എന്ത് ചെയ്യും? ഗുഡ് മോർണിംഗ്, സുപ്രഭാതം, സൂര്യൻ ഉദിക്കുന്ന ചിത്രം, വെർച്വൽ ഫാമിലി. മനസ്സിലായ? അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇവര്? ബേസിക്കലി നമ്മൾ ഈ എന്ത് ചെയ്യും? ഇവര് ഫുൾ ചാറ്റ്, വീഡിയോ കോള്, ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ബംഗാളികളൊക്കെ ഇവിടെ താമസിക്കുന്ന ഫാമിലി അവിടെ ആയിരിക്കും. സോ അവര് പണിയെടുക്കുമ്പോ ഒക്കെ ശ്രദ്ധിച്ചില്ല, എപ്പോഴും ഒരു വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് അവർ പണിയെടുക്കുക. ഓൾവേസ് ഇൻ എ വെർച്വൽ കോണ്ടാക്ട്. വെർച്വൽ ഫാമിലി എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ട് വെർച്വൽ സ്പേസിൽ മാത്രം വരുന്ന ഫാമിലീസ് ആണ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ബേസിക്കലി ഫാമിലിന്റെ ഡിഫറെന്റ് ടൈപ്സ് അല്ല പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സയൻസ് എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മൾ ടൈപ്പോളജീസ് ഉണ്ടാക്കിയിട്ടാണ്. ഓരോ സാഹചര്യത്തിനും നമ്മൾ ഓരോരോ ടൈപ്സ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യാറുണ്ട്? 2 ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ, 3 ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ പറയാറില്ലേ? ടൈപ്പോളജി. ഇതേപോലെ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെ സൊസൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെന്റ് ടൈപ്പോളജീസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു സയൻസിൽ നമ്മൾ എന്ത് ചെയ്തു? കോറിലേഷൻ വെച്ചിട്ടാ പഠിക്കുന്നതെന്ന് പറഞ്ഞു, അല്ലേ? ഫസ്റ്റ് നമ്മൾ കോറിലേഷൻ വെച്ചിട്ടാ പഠിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ അവിടെയും കണ്ടു ഇവിടെ ഒരു കോറിലേഷൻ നമ്മൾ സൊസൈറ്റിയിലും പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ടൈപ്പോളജിന്റെ പറഞ്ഞു. ഡിഫറെന്റ് ടൈപ്പോളജി ഓർ ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കാണാറുണ്ട്. ഒരു സയന്റിസ്റ്റ് എന്ത് കണ്ടിട്ടാണ് ചെയ്യാറ്? പാറ്റേൺ അല്ല നോക്കുക. ഓരോ സമയത്തും ഇത് എങ്ങനെ വരുന്നു അങ്ങനെ പാറ്റേൺസും നോക്കിയിട്ടാണ് ഒരു സയന്റിസ്റ്റ് ഒരു ഡിസിഷനിൽ എത്തുക. ദ സെയിം വേ സോഷ്യോളജിസ്റ്റും എന്ത് ചെയ്യാറുണ്ട്? അയാൾ പഠിക്കുമ്പോൾ സൊസൈറ്റി എന്ത് ചെയ്യും? എല്ലാവരും കാണുന്ന സാധനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അയാൾ നോക്കും. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അയാൾ ക്ലാസിഫൈ ചെയ്ത് നോക്കും, അതിന്റെ ടൈപ്പോളജി ചെയ്ത് നോക്കും, അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സൂയിസൈഡിന്റെ കാര്യം പറഞ്ഞു. ഒരാൾ സൂയിസൈഡ് ചെയ്യുമ്പോൾ പ്രശ്നമല്ല, പക്ഷെ അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു തിയറി ഉണ്ട്, അല്ലെ? ഒരു റീസൺ ഉണ്ടാവും എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ 2 രീതിയിൽ പാറ്റേൺ ആയിട്ടാണ് തിരിക്കുക. സോ ഇങ്ങനെയായിരിക്കും സോഷ്യോളജിസ്റ്റ് സ്റ്റഡീസ്, റിസർച്ച് കാര്യങ്ങളൊക്കെ വരിക. ഇനി ബേസിക്കലി സോഷ്യോളജിനെ പറഞ്ഞു കഴിഞ്ഞാല് 2 ആർഗ്യുമെന്റ് ആണ് സോഷ്യോളജിയിൽ ഉള്ളത്. ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം സെൻട്രിക് ആണ്. രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ സെൻട്രിക് ആണ്. അത് ഒരു സെറ്റ് ഓഫ് സോഷ്യോളജിസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യോളജി അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിന് എന്തില്ല, സൊസൈറ്റിയിൽ വലിയ റോളൊന്നുമില്ല. ആരാണ് എല്ലാ റോളും ഏറ്റെടുക്കുന്നത്? സൊസൈറ്റിയാണ് എല്ലാ റോളും ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? സൊസൈറ്റി പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അതേപോലെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ അതിന്? നമ്മൾ വലിയ റോളൊന്നും എടുക്കുന്നില്ല. വാട്ട് ഈസ് അങ്ങനെ ഒരു എക്സാമ്പിൾ എന്തെങ്കിലും ഉണ്ടോ? അടക്കയും ചിട്ടയായിട്ട് നടക്കണം. അത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണ്? നമ്മൾ അറിയാതെ എന്ത് ചെയ്യാറുണ്ട്? അടക്കവും ചിട്ടയായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഓൺലൈൻ ട്രാഫിക് റൂൾസിന് സമയത്ത് ആരെങ്കിലും നമ്മൾ കാർ എടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് സീറ്റ് ബെൽറ്റ് ഇടും. റെഡ് സിഗ്നൽ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നിർത്തും. ഇത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണോ? സിസ്റ്റം എന്തുണ്ട്? ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഫോളോ ചെയ്യുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, അല്ലേ? ഇവിടെ എന്താണ്? സിസ്റ്റം അല്ല നമ്മൾ ഏറ്റെടുക്കുന്നത്. നിങ്ങൾ പിന്നെ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു ഫെസ്റ്റിവൽ വരുന്നു, ഇപ്പം ക്രിസ്മസ് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓണം വരുന്നു, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വീട്ടിൽ പോവും. ഇതാരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ? നിങ്ങൾ വീട്ടിൽ ചെല്ലും, പുതിയ ഡ്രസ്സ് ഇടും. ഇത് എല്ലാവരും ചെയ്യുന്ന സാധനമല്ലേ? നിങ്ങളൊരു ഇൻഡിവിജ്വലി നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടോ? ഞാൻ ഓണാവുന്നതുകൊണ്ട് വീട്ടിൽ പോവാന്നാണ്. പക്ഷെ അത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പുതിയ ഡ്രസ്സ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓണാകുമ്പോൾ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സമയത്ത് എല്ലാവരും ഒന്നിച്ച് വരിക എന്ന് പറയുന്ന കാര്യം ആരും പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ല, അല്ലെ? അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലിൽ വണ്ടി നിർത്തുക എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സിസ്റ്റമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അല്ലാതെ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നില്ല? ഇതിനകത്ത് ആക്റ്റീവായിട്ട് യാതൊരുവിധ ഡിസിഷൻസും എടുക്കുന്നില്ല. സോ ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ പറയാം, ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരാള് സൊസൈറ്റിന്റെ അണ്ടറിൽ യാതൊരുവിധ റോളും ഇല്ല. സൊസൈറ്റി പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇൻഡിവിജ്വൽ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഇതാണ് ഒരുപാട് സോഷ്യോളജിസ്റ്റ് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഇനീഷ്യൽ സോഷ്യോളജിസ്റ്റിന്റെ ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, സിസ്റ്റത്തിനാണ് ഇമ്പോർട്ടന്റ്, ഇൻഡിവിജ്വലിന് യാതൊരു ഇമ്പോർട്ടന്റും ഇല്ല. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഡെർക്കീമിന്റെ തിയറീസ് അല്ലെ കാൾ മാക്സിന്റെ തിയറി, ഇവരൊക്കെ പറയുന്നത് എന്താണ്, സിസ്റ്റം ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻഡിവിജ്വൽസ് ആർ ജസ്റ്റ് പപ്പറ്റ്. അല്ലെ? ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുന്ന അതേ സ്വഭാവമാണോ നമ്മളൊരു കൂട്ടുകാരന്റെ കല്യാണത്തിന് മുമ്പ് ഉണ്ടാവുക? കൂട്ടുകാരന്റെ കല്യാണത്തിന് മുമ്പ് അലമ്പും ഒച്ചപ്പാടും ബഹളവും പാർട്ടിയും ആയിരിക്കും. അമ്പലത്തിൽ പോകുമ്പോഴോ ഇത്ര നല്ലൊരു പുത്രനെ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ, മുണ്ടൊക്കെ കഴിച്ചിട്ട് അല്ലെ, ഒച്ചയ്ക്ക് വർത്തമാനം പറയോ? അപ്പൊ നമ്മൾ അപ്പുറം ഒരുത്തനും കണ്ടിട്ട് ഇങ്ങോട്ട് പാടാന്നൊക്കെ പറയോ? നമ്മൾ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ വളരെ റെസ്പെക്റ്റോടുകൂടി പറയുന്നു. ഇത് ഓട്ടോമാറ്റിക്കലി അമ്പലത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ചെരുപ്പ് കൂരി നിങ്ങൾ കയറുകയും ചെയ്യും. അതെന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം, ഇവിടെ ആര് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്? സിസ്റ്റം നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നാട്ടിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതിപ്പോ ഒരു 2-3 അറ്റംപ്റ്റ് കഴിഞ്ഞു, 2-3 അറ്റംപ്റ്റ് നിങ്ങൾക്ക് സിവിൽ സർവീസ് കിട്ടിയില്ല, നിങ്ങൾക്ക് നാട്ടിൽ പോകാൻ ഇഷ്ടമുണ്ടാവോ? ഇത്രയും വെറുക്കപ്പെട്ട ഒരു സ്ഥലം പിന്നെ ഉണ്ടാവില്ല. കാരണം എന്താ? എല്ലാവരും നിങ്ങളോട് ഒരു കാര്യം ചോദിക്കും, ജോലിയൊന്നും ആയില്ല എന്ന് ചോദിക്കും. രണ്ടാമത്തെ ചോദ്യം, പെണ്ണുങ്ങളാണെങ്കിൽ ഒരു ചോദ്യത്തിൽ ചോദിക്കും, കല്യാണം ആയിട്ടില്ല എന്ന് ചോദിക്കും. ഈ 2 ചോദ്യങ്ങളും പേടിച്ചിട്ട് നമുക്ക് നമ്മളതിൽ കൺട്രോൾ ഉണ്ടോ? നമുക്ക് വേണേൽ പറയാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും, ഞാൻ എന്തിനാണ് എന്റെ ലൈഫ് നോക്കിയാൽ പോലെ, എന്റെ ഇഷ്ടം, ഞാൻ ചിലപ്പോൾ പണിക്കൊന്നും പോകില്ല, ഞാൻ വെറുതെ തിന്നു നടക്കും എന്ന് നിങ്ങൾ പറയാൻ ധൈര്യപ്പെടാത്ത എന്താണ്? കാരണം സിസ്റ്റം നിങ്ങളുടെ മേളിൽ ഒരു പ്രഷർ തരുന്നുണ്ട്. ഈ പ്രഷറിനനുസരിച്ച് സിസ്റ്റം കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ സിസ്റ്റം ഡയറക്റ്റ് ഒന്നും നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് തരലല്ല. സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ ആളുകൾ എല്ലാവരും കൂടുന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. ഇവര് ടോട്ടൽ സമ്മിന്റെ മുകളിലുള്ള ഒരു സാധനമല്ലേ. അപ്പം ഇവര് നിങ്ങളെ മുകളിലൊരു പ്രഷർ തരും, കല്യാണം കഴിക്കും. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു പ്രായമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊന്നും സഹിക്കാൻ വയ്യാതെ നിങ്ങൾ കല്യാണം കഴിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുട്ടികൾ വേണ്ടെന്ന്. അപ്പൊ സിസ്റ്റം വീണ്ടും പറയും കുട്ടികൾ ഉണ്ടാക്കി, കുട്ടികളായില്ലേ കുട്ടികൾ. അപ്പൊ നിങ്ങൾ കുട്ടികളുണ്ടാക്കും, പിന്നെ അതിനെ കെട്ടിച്ചു വിടണം. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മോശപ്പെട്ട ആളാണ്. അപ്പൊ ശരിക്കും നിങ്ങൾ കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണോ, അതോ സിസ്റ്റം നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്? സിസ്റ്റമാണ് പറയുന്നത്, നിങ്ങൾക്ക് യാതൊരു റോളും ഇല്ല. അമ്പലത്തിൽ പോയപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തത് നിങ്ങൾ നല്ലവനായതുകൊണ്ടല്ല, നിങ്ങൾ മഹാതറയാ പുറത്തിറങ്ങിയ. പക്ഷെ അമ്പലത്തിൽ നിങ്ങൾ ഡീസന്റ് ആണ്, നീറ്റാണ്. അതേപോലെ കല്യാണം കഴിക്കാൻ നിങ്ങൾ എന്താണ്, ഫാമിലിന്റെ ഉള്ളിൽ കയറി, വീട്ടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ബിഹേവിയർ വേറെയാണ്. സോ എവരിവെയർ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാർ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് തുള്ളുന്നു മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് വൺ പോയിന്റ് ഓഫ് വ്യൂ. ബട്ട് അനദർ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത് വെച്ചാൽ സിസ്റ്റത്തിന് വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. സിസ്റ്റം ഉണ്ടാക്കിയത് ആരാണ്? ഇൻഡിവിജ്വൽ ആണ്. ഇവർ പറയുന്നത് എന്താണ്, സിസ്റ്റം ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ്, അതിന്റെ അണ്ടറിൽ ഇൻഡിവിജ്വൽ വെറും പപ്പറ്റാണ്. ഇപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനം, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ലാംഗ്വേജ് ഉണ്ടോ? നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ലാംഗ്വേജ് ഇല്ലേ? ഉണ്ട്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ലാംഗ്വേജ് ഉണ്ട്, പീപ്പിൾ ഉണ്ടാ. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ സൊസൈറ്റി വന്നപ്പോൾ ലാംഗ്വേജ് ഇവിടെ ഉണ്ട്. നിങ്ങൾ പോയതിനു ശേഷം ലാംഗ്വേജ് ഇവിടെ ഉണ്ടാവോ? അവിടെ ഉണ്ടാവും. നിങ്ങളുമായിട്ട് സിസ്റ്റത്തിൽ യാതൊരുവിധ ഡിപ്പെൻഡൻസും ഇല്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ലാംഗ്വേജിലേക്ക് എന്തെങ്കിലും അഡീഷൻ നടത്തുന്നുണ്ടാവും. അപ്പൊ നമ്മള് ജനറേഷൻ മാറുമ്പോൾ നമ്മൾ ബ്രോ എന്ന് പറയുന്ന ജനറേഷൻ വേർഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ആ വാല്യൂ അഡീഷൻ നടത്തി, ബ്രോ എന്താന്നുള്ളത് അല്ലെ. നമ്മൾ പൊതുവെ കുറെ വേർഡ്സ് ഇങ്ങനെ ആഡ് ചെയ്യാറില്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, പുതിയ വേർഡ്സ് ഇങ്ങനെ ആഡ് ചെയ്തുള്ളത് ബ്രോ, സിസ്, പിന്നെ ചങ്ക്, ബെസ്റ്റി. ബെസ്റ്റി എന്ന് പറയുന്ന വേർഡ് ഒരു 50 വർഷം മുന്നേ ഒരാളോട് ബെസ്റ്റി എന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുമോ? ഇപ്പൊ ബെസ്റ്റിയാണ് മെയിൻ. അപ്പൊ ബെസ്റ്റി എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതില് ഇപ്പൊ ജെൻസി ആളുകൾ എന്ത് ചെയ്യുന്നു, പുതിയ വേർഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതെന്താണ്, പുതിയ ലാംഗ്വേജിലേക്കുള്ള ഡെവലപ്മെന്റ്സ് ആണ്. പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതെന്ത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും, ചിലപ്പോൾ പുതിയ ലാംഗ്വേജിലേക്ക് മാറും. സോ ലൈക്ക് ദാറ്റ് ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യുന്നില്ല, സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇവര് പറയുന്നത് ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുള്ളത്, സിസ്റ്റം ഡെവലപ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇൻഡിവിജ്വൽസ് ആണ് സിസ്റ്റം ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ തീരുമാനമല്ല. ആരുടെ തീരുമാനമാണ്? സൊസൈറ്റിയുടെ തീരുമാനമാണ്. സൊസൈറ്റി തരുന്ന പ്രഷർ കൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത്. അപ്പൊ അരുൺ കല്യാണം കഴിച്ചു. പക്ഷെ അരുൺ കല്യാണം കഴിച്ചത്, അരുൺ നോക്കുമ്പം കാനഡയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചു. ഇവിടെ അരുൺ കല്യാണം കഴിച്ചതിന്റെ ഉദ്ദേശം കല്യാണം കഴിക്കാൻ മാത്രമായിരുന്നോ? അല്ല. അരുണിന്റെ ഉദ്ദേശം എന്താണ്? കാനഡയിൽ പോകണം, കാനഡയിൽ പോയി സെറ്റിൽ ആണോ. പുറത്തു നോക്കുന്ന ആളെ സംബന്ധിച്ചോളം എന്തിനാ ഇവൻ കല്യാണം കഴിച്ചേ? എല്ലാവരും പറഞ്ഞു കല്യാണം കഴിക്കാൻ ഒരു പ്രായപ്പോൾ കല്യാണം കഴിച്ചു. പക്ഷെ ഈ ആക്റ്റീവ്ലി എന്ത് ചെയ്തു, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആ സിസ്റ്റത്തിലുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് സക്സസ് ആവാൻ വേണ്ടിയിട്ട് കാനഡയിലെ നേഴ്സ് ആയുള്ള ഒരു പെണ്ണിനെ നോക്കി കല്യാണം കഴിച്ച് ഓട്ടോമാറ്റിക്കലി ഇവൻ അവിടെ പോയി എന്ത് ചെയ്യുന്നു, സിറ്റിസൺഷിപ്പ് എടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു. ഇവിടെ സിസ്റ്റത്തിനെ ആരാണ് ഷേപ്പ് ചെയ്തത്? അരുണിന്റെ ഡിസിഷൻ അല്ലേ. അരുൺ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും
അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ്ലി സിസ്റ്റമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ആ സിസ്റ്റത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇൻഡിവിജ്വൽസിന് ഇവിടെ എന്തുണ്ട്, ഇൻഡിവിജ്വൽസ് ആണ് ഡിസിഷൻ എടുക്കുന്നത്, അല്ലാതെ സൊസൈറ്റിയിലുള്ള സിസ്റ്റം അല്ല ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ആര് പറയുന്നത്, ഈ ഒരു സെഗ്മെന്റിലുള്ള ആളുകൾ പറയുന്നത്. ഇവിടെ ആരാണ് ഡിസിഷൻ എടുത്തത്, ഇൻഡിവിജ്വൽ ആണ്. ഇപ്പൊ നിങ്ങൾ അമ്പലത്തിൽ പോയി, അമ്പലത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പം അമ്പലത്തിൽ പോകുന്ന എല്ലാവരും ഒരേപോലെ തോന്നും, പക്ഷെ ഓരോരുത്തരുടെ ഉദ്ദേശം വേറെ ആയിരിക്കില്ലേ. ഒരു കള്ളനാണ് അമ്പലത്തിൽ പോകുന്നത്, ഞാൻ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്, പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ലൊരു മനുഷ്യൻ അമ്പലത്തിൽ പോകുന്നു അല്ലെ, പ്രാർത്ഥിക്കാനെന്ന് തോന്നുന്നു. ഇപ്പൊ മീശമാധവൻ സിനിമയിൽ കണ്ടില്ലേ, ഇവൻ അമ്പലത്തിൽ പോകുമ്പോ പുറത്തു നോക്കുമ്പോൾ അവനും ഭക്തനായിട്ട്, ചിലപ്പോ അവൻ മോഷ്ടിക്കാനുള്ള വഴി നോക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പം ഞാൻ അമ്പലത്തിൽ പോകുന്നു, എന്റെ ഉദ്ദേശം ചിലപ്പോൾ അമ്പലത്തിൽ പോകുന്നത് എന്തായിരിക്കും, എക്സാമിന് പാസ്സാവാന്ന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ഗേൾസ് ഒക്കെ വരുന്നുണ്ട്, ഗേൾസിനെ വായി നോക്കാന്നുള്ളതാണ് ഇവന്റെ ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഓരോരുത്തർക്കും പുറത്തു നോക്കുമ്പോൾ എല്ലാവർക്കും ഭക്തിയാണ് അല്ലെ, പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇവൻ ഭക്തനാണ്, പക്ഷെ ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട്, പക്ഷെ അവൻ അവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകുന്നത്, ഉദ്ദേശം വേറെയാണ്. ഇനി ഇപ്പൊ ഞാൻ അമ്പലത്തിൽ പോകുന്നു, മോഡിജി എന്റെ കൂടെ അമ്പലത്തിൽ വരുന്നു, രണ്ടും തമ്മിൽ ഈക്വൽ ആണോ, എന്ത് വ്യത്യാസമുണ്ട്? മോഡിജി അമ്പലത്തിൽ പോകുമ്പം കൂടെ ആരുടെ ഉണ്ടാവും, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. അപ്പൊ മോഡിജി അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ്, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണത്. ഞാൻ അമ്പലത്തിൽ പോകുന്ന എന്റെ കാര്യം വന്നത്. അപ്പം മീനിങ് ഓഫ് മോഡി അമ്പലത്തിൽ പോകുന്നതും ഞാൻ അമ്പലത്തിൽ പോകുന്നതും ഡിഫറെന്റ് ആണ്. മോഡിക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് അമ്പലത്തിൽ പോവാന്ന് പറയുന്നത്. അത് ഫോട്ടോ എടുത്തിടുമ്പോൾ ദർ ഇസ് എ, ഇപ്പൊ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ എന്ത്, ഇവർ അമ്പലത്തിൽ പോയി ഒരു ഫോട്ടോ ഇടും. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് ബിലോങ്സ്, ഞാൻ എങ്ങനെയാണ് അതിനകത്ത് എന്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണെന്നാണ് കാണിക്കുന്നത്. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ക്യാമറമാൻ ഇല്ല. സോ കല്യാണത്തിന് കാര്യം പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നത് എന്താണ്, ഞാൻ നേഴ്സിനെയാണ് കല്യാണം കഴിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ ആണ് എന്ത് ചെയ്യുന്നത്, ആക്റ്റീവ്ലി ടേക്കിംഗ് ഡിസിഷൻസ് അല്ലെ. ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നത്, ആക്റ്റീവ്ലി ടേക്കിംഗ് ഡിസിഷൻ ആണ്. ഇതാണ് വേറൊരു സെക്ട് ഓഫ് തിങ്കേഴ്സ് പറയുന്നത്. അപ്പൊ സോഷ്യോളജി രണ്ട് തിങ്കേഴ്സ് ഉണ്ട്. ഒന്ന് പറയുന്നത് സിസ്റ്റം ആണ് ഇമ്പോർട്ടന്റ്, നമ്മൾ ഇതേ പഠിക്കാനുള്ളൂ സൊസൈറ്റിയിൽ. ഒരു 2-3 പേര് പറയുന്നത് എന്താണ്, സിസ്റ്റത്തിനാണ് ഇമ്പോർട്ടൻസ്. ഞാൻ പറഞ്ഞ കാൾസും ഇവരൊക്കെ. ഇനി മെർട്ടൺ അതുപോലെ മീഡ് എന്ന് പറഞ്ഞ കുറച്ച് ടീംസ് ഉണ്ട്. ഇവരെന്താ പറയുന്നത്, ഇതൊന്നും അല്ല ഇമ്പോർട്ടന്റ്. ആർക്കാണ് ഇമ്പോർട്ടന്റ്, ഇൻഡിവിജ്വൽസിനാണ് ഇമ്പോർട്ടന്റ്, സിസ്റ്റത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ ഇതിന്റെ രണ്ടിനും ഒന്നിക്കണ്ടേ. ഒരു തിങ്കർ ഉണ്ട് വെബർ എന്ന് പറഞ്ഞിട്ട്, ഈ ചങ്ങായി പറയും ഇൻഡിവിജ്വലും വേണം സിസ്റ്റവും വേണം എന്നുള്ളതാണ്. ഇത് രണ്ടിനും ഒന്നിപ്പിക്കുന്നതാണ്. ഇപ്പൊ എൻ്റെയർ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ടീം പറയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആർക്കാണ്, സിസ്റ്റത്തിനാണ്, സിസ്റ്റത്തിന് മാത്രം ഇമ്പോർട്ടന്റ്, എല്ലാം സിസ്റ്റത്തിനാണ്. സിസ്റ്റം എല്ലാം എന്ന് പറയുന്നത് എന്തിനാണ്, പോസിറ്റീവാണ്. അതായത് കല്യാണം കഴിക്കുക എന്ന് ഇയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളോട് പറയും കല്യാണം കഴിച്ചതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ, കല്യാണം കഴിച്ചതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ, പാർട്ണറെ കിട്ടും, സപ്പോർട്ട് കിട്ടും, പിള്ളേരെ ഉണ്ടാക്കാൻ പറ്റും. അതൊരു സോഷ്യലി ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമ്മൾ ജനറേഷൻ പോകണമെങ്കിൽ പിള്ളേരുണ്ടാവണം. പിന്നെ ഫാമിലി, ഇതൊക്കെ ഓൺലൈൻ കല്യാണം കഴിക്കുന്നതിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ, മീൻസ് എന്തൊക്കെ ഗുണങ്ങളുണ്ട് കല്യാണം കഴിച്ചാൽ? ഓക്കെ, കല്യാണം കഴിക്കുന്നതിന് നെഗറ്റീവ് എന്തൊക്കെയാ, റെസ്ട്രിക്ഷൻസ് വരും. പിന്നെ ഓൺലൈനും പറയാട്ടോ, അഖില, അരുൺ, അനു, ദേവിക, പിത കാണുന്നവരെ ഞാൻ വിളിച്ച. പറഞ്ഞോ, റെസ്പോൺസിബിലിറ്റി കൂടും, പിന്നെ ചെലവ് കൂടും. നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടോ? ഇത്രയേ ഉള്ളൂ നെഗറ്റീവ്. ആകെ റെസ്പോൺസിബിലിറ്റി ചെലവ്, കല്യാണം കഴിക്കുന്നതിന്റെ ഒരു നെഗറ്റീവ്. ഡിസിഷൻ മേക്കിങ്ങില് കോൺഫ്ലിക്റ്റ് വരാം. ഡിസിഷൻ മേക്കിംഗ് രണ്ടുപേര് രണ്ട് അഭിപ്രായക്കാരാണ് പ്രശ്നം വരാം. നമുക്ക് പറ്റാത്ത ആളാണെങ്കിൽ പ്രശ്നം വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പം ഇവിടെ മാരേജ് എന്ന് പറഞ്ഞ സാധനത്തിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഇല്ലേ? പോട്ടെ, ഫാമിലിന്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാ? ഒരു ഫാമിലി ഉണ്ടാവുന്നതിന്റെ പോസിറ്റിവിറ്റി എന്തൊക്കെയാ? നിങ്ങളെ ഫാമിലി എന്നുള്ളതുകൊണ്ട് ഫാമിലിക്ക് പോസിറ്റീവായ എന്താ കാര്യമുണ്ട്? നമ്മളെ നോക്കും, ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. നമുക്ക് കെയർ തരും അല്ലെ, നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും. എങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്യും ഫാമിലി ആണെങ്കിൽ, റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത് പോകും. പിന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടും. നമുക്ക് പൈസ ഇല്ലാതെ ജോലി നമുക്ക് നഷ്ടപ്പെട്ടു, നമുക്ക് വേണേൽ വീട്ടിൽ നിന്നോട് പോയി പറഞ്ഞ് കുറച്ച് കാലത്ത് ജോലി മേടിച്ച് അമ്മേന്റെ കെട്ടുതാലി മേടിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് സോഷ്യലൈസേഷൻ ചെയ്യുന്ന ആരാ ഫസ്റ്റ്? നമ്മളെ ഇത് ചെയ്യരുതടാ, ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ ആളുകളെ നമ്മളൊരു സൊസൈറ്റിയിലേക്ക് ഫിറ്റിൻ ആക്കുന്നത് നമ്മുടെ ഫാമിലി അല്ലേ. ഇത് രണ്ടടി കിട്ടും എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മറ്റേത് നമ്മളെ അപ്രിസിയേഷൻ ചെയ്യും, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മിഠായി മേടിച്ചു തരും, അങ്ങനെയൊക്കെ നമ്മളെ അല്ലെ. അതുപോലെ തന്നെ അച്ഛനെ
ഇപ്പം ഒരു മെന്റൽ ഹെൽത്ത്, അച്ഛൻ പണിക്ക് പോവാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഒരു മെന്റൽ ഹെൽത്ത് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ. നമുക്ക് കുട്ടികളുണ്ട് എന്നുള്ളൊരു മോട്ടിവേഷനാണ് ആ ചങ്ങായി ഇന്ന് എല്ലാ ദിവസവും രാവിലെ പോയി പണിയെടുക്കുന്നത്. ഇത് ആരും ഇല്ലെങ്കിൽ ഇയാൾ പണിയെടുക്കുമോ? അയാൾ പണിയെടുപ്പിക്കുന്നത് എന്താണ്? ഫാമിലിയാണ്. അപ്പൊ അങ്ങനെ എല്ലാം പോസിറ്റീവ്. നെഗറ്റീവ് ഉണ്ടോ? എന്തൊക്കെയാണ്? ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ചാൻസ്. ഇപ്പൊ നിങ്ങൾ കല്യാണം, നിങ്ങൾക്ക് എത്ര പ്രായമായി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ കല്യാണം കഴിക്കാൻ പൊതുവെ ഫാമിലീസ് എന്ത് ചെയ്യാറില്ല, സമ്മതിക്കാറില്ല. അതൊരു റെസ്ട്രിക്ഷൻ ആണ്. ഇപ്പൊ ഇൻഡിവിജ്വൽ ഫ്രീഡത്തെ ബാധിക്കും. പിന്നെ ചില ടോക്സിക് ആയ ഫാമിലീസ് ഉണ്ടാവൂലേ, അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കില്ലേ. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ അച്ഛനും അമ്മയും തമ്മിലുള്ള ടെൻഷൻ തീർക്കുന്ന ആരുടെ മേത്തായിരിക്കും? നമ്മുടെ മേത്തായിരിക്കും. ഒരു കാരണമില്ലാതെ ചില ദിവസം രാവിലെ എണീക്കുമ്പോൾ അമ്മ നമ്മളെ ചീത്ത വിളിക്കും. അത് അച്ഛനോടുള്ള ദേഷ്യമായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തിനാണ് ഇത് വിളിക്കുന്നത് എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവരുടെ പ്രഷറും അവരുടെ ടെൻഷനും മാറ്റാൻ വേണ്ടിയിട്ടല്ലേ മക്കളെ ഉപയോഗിക്കുന്നത്. അത് നെഗറ്റീവ് അല്ലേ? സോ ബേസിക്കലി നിങ്ങൾക്ക് ഫാമിലിയെ പറ്റി പോസിറ്റീവും നെഗറ്റീവും പറയാൻ പറ്റിയെങ്കിൽ ഈ ടീംസിനെ സംബന്ധിച്ചോളം എന്തില്ല, സിസ്റ്റത്തിന് യാതൊരുവിധ പ്രശ്നവുമില്ല. സിസ്റ്റം എന്താണ്? അടിപൊളിയാണ്. ഇവരോട് ചോദിക്കുകയാണ് സിസ്റ്റത്തിന്റെ നെഗറ്റീവ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം എന്താണ്? കംപ്ലീറ്റ്ലി പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ടിംഗ് ആണ്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? സിസ്റ്റം കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആണ്. ഫാമിലിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? നന്മ മാത്രമേ ഉള്ളൂ. മാരേജിന് എന്ത് മാത്രമേ ഉള്ളൂ? നന്മ മാത്രമേ ഉള്ളൂ. റിലീജിയൻ എന്ത് മാത്രമേ ഉള്ളൂ? നല്ലത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും എന്തില്ല ഇപ്പോൾ, കാരണം ഇവർ സിസ്റ്റത്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിന് എന്തില്ല? നെഗറ്റീവ് ഇല്ല. ബേസിക്കലി ഇവർക്ക് എല്ലാം എന്താണ്? പോസിറ്റീവ് ആണ്. എല്ലാം സൊസൈറ്റിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കും ഫങ്ഷണൽ അപ്രോച്ച് ആണ് ഇവരെടുക്കുക എന്ന് പറയും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. എന്താണ് ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൊസൈറ്റിയിലുള്ള ഓരോ സിസ്റ്റത്തിനും അതിൻ്റെതായ റോൾ ഉണ്ട്. അപ്പൊ ഫാമിലിക്ക് ഫാമിലിൻ്റെതായ റോൾ ഉണ്ട്, റിലീജിയന് റിലീജിയൻ്റെതായ റോൾ ഉണ്ട്. അങ്ങനെ ഓരോന്നിനും എന്തുണ്ട്? അതിൻ്റെതായ റോൾ ഉണ്ട്. ആ റോൾ എല്ലാം എന്താണ്? പോസിറ്റീവാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റോള് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവരെ സംബന്ധിച്ചോളം ഇതെന്ത് ചെയ്യും? ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഇതിന്റെ തീരുമാനങ്ങൾ മാറും. ചില ആളുകളെ സംബന്ധിച്ചോളം ഇവരെന്ത് പറയും? ഇൻഡിവിജ്വൽ ചില ആളുകൾക്ക് ഫാമിലി ഡിഫറെന്റ് ആയിരിക്കും. ചില ആളുകൾക്ക് എന്റെ ഫാമിലി എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എന്റെ കൂട്ടുകാരെ കണ്ടിട്ട് ഞാൻ പറയും ഇത് എന്റെ ഫാമിലി എന്ന് പറയും. അപ്പൊ നിങ്ങൾ വിചാരിക്കുവോ ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, മക്കൾ? ഞാനും എന്റെ കൂട്ടുകാരെ കണ്ടിട്ട് ഞങ്ങളൊരു ഫാമിലിയാണ്. ഏതാ? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. അപ്പൊ നമ്മൾ പറയില്ല ഒരു ഫാമിലി എന്ന് പറയില്ലേ? അപ്പൊ എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത്? ബേസിക്കലി അത് ശരിക്കും ഫാമിലി ആണോ? ബട്ട് ദാറ്റ് ഈസ് ഓൾസോ ഡെഫിനേഷൻ ഓഫ് ഫാമിലി ഫോർ മീ. എന്റെ ഡെഫിനേഷൻ ഓഫ് ഫാമിലി അതായിരിക്കും. നിങ്ങളുടെ ഡെഫിനേഷൻ ഓഫ് ഫാമിലി വേറെ ആയിരിക്കും. ഇപ്പൊ കമ്പനികൾ പറയാറില്ലേ നമ്മളൊരു ഫാമിലിയാന്ന് പറയാറില്ലേ? ഇതെന്ത് ചെയ്യും? ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഫാമിലീസ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് തിയററ്റിക്കൽ ആസ്പെക്ട്സിലാണ് എൻഡയർ സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സോഷ്യോളജിയിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം, നമുക്ക് വേണ്ട ഒരു സാധനം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ്. എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മൾ സാധാരണ സൊസൈറ്റിയിൽ ഇൻഡിവിജ്വലി കാണുന്ന ഒരു സാധനം അതൊരു ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ല എന്നുള്ളതും, അതെന്താണ്? ഒരു സൊസൈറ്റിക്കൽ പ്രോബ്ലം ആണ് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിവോഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരാളുടെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു ആദ്യം. പിന്നെ നമ്മൾ പറഞ്ഞു എല്ലാവരും ഡിവോഴ്സ് ചെയ്യുമ്പോൾ അത് സൊസൈറ്റിക്കൽ പ്രോബ്ലം ആണ്. അപ്പം ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് തോന്നുന്ന സാധനത്തിനെ നമുക്ക് ഒരു സൊസൈറ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പം എന്തൊക്കെയാണോ നമുക്ക് തോന്നുന്നത്, ഒരു പാറ്റേൺ നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഒരു സോഷ്യോളജി സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം എന്താണ് വേണ്ടത്? നമ്മൾ എന്നും കാണുന്ന സാധനത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു, എന്തിന് നമ്മൾ അമ്പലത്തിൽ പോകുന്നു, എന്തിന് ഫാമിലി ഉണ്ടാവുന്നു, എന്തിന് മാരേജ് കഴിക്കുന്നു, എന്താണ് പൊളിറ്റിക്സ് ചെയ്യുന്നത്, എന്തിനാണ് ഗവൺമെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി സൊസൈറ്റിയിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുക. ബൈ ദ എൻഡ് ഓഫ് ദി ക്ലാസ് ആവുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഓരോ സാധനത്തിലും നിങ്ങൾ കണ്ടിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ്. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാതിരിക്കുന്ന പല സാധനങ്ങളും നിങ്ങൾ എന്ത് ചെയ്യും? സോഷ്യോളജി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് നെസസിറ്റി ആണ്. ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. നിങ്ങൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യൊന്നും വേണ്ട, നമ്മൾ ബുക്കിലുള്ള സാധനം പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യും? നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ എന്നും കാണുന്ന സാധനത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചസ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇനി ഇതിനകത്ത് തന്നെ സോഷ്യോളജി ഇമാജിനേഷൻ കാര്യം പറഞ്ഞു. ഇതിനകത്ത് തന്നെ നമ്മൾ സോഷ്യോളജി ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇനി ക്ലാസ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ബേസിക്കലി PYQs ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക?
ക്ലാസ്സസ് പോവാം. നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യോളജിസ്റ്റ് ആയി മാറി അടിപൊളി സയന്റിസ്റ്റ്, ഒരു സോഷ്യോളജിസ്റ്റ് തിങ്കർ ആവുക എന്നുള്ളതല്ല. എന്ത് ചെയ്യണം? മാർക്ക് കിട്ടണം ബേസിക്കലി. അപ്പൊ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബേസിക്കലി നിങ്ങൾ സോഷ്യോളജിസ്റ്റ് ആവണം എന്നില്ല. നമുക്ക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ PYQ അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് ട്രെൻഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. സോ ഈ അനലൈസ് ചെയ്ത് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് എ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും? ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള PYQസിന്റെ ഡിസ്കഷൻ വരും. അതേപോലെ തന്നെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും? ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസസ് ക്ലാസ്സിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്ററിന്റെ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ക്ലാസ്സിന്റെ ടെസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ക്ലാസ്സിൽ വെച്ച് തന്നെ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ആൻസേഴ്സ് എഴുതേണ്ടി വരും. സോ ഈ ഒരു അപ്രോച്ചിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസ്സസ് മുന്നോട്ട് പോവുക. അപ്പം അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മാർക്ക് കൂടുതൽ കിട്ടുക, ഇപ്പൊ 300+ കിട്ടുക സോഷ്യോളജിക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ഈസിയാണ്. ചെറിയ സബ്ജക്റ്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത്, കാരണം നിങ്ങൾ ക്ലാസ്സും പഠിക്കുന്ന സാധനങ്ങളും ആൻസറിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് നമ്മൾ ആൻസർ റൈറ്റിംഗ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോട്ടിൽ പഠിക്കുന്ന സാധനങ്ങൾ എക്സാക്ട്ലി അതേപോലെ അല്ല നമ്മളൊരു ആൻസറിലേക്ക് എഴുതുക. ആൻസറിലേക്ക് എഴുതുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിനകത്ത് നമ്മൾ വരുത്തണം. നോട്ടിൽ അത് മേടിക്കാനുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ആ കണ്ടന്റ് നമ്മൾ എന്താക്കി മാറ്റണം? ഒരു ആൻസർ ആക്കി മാറ്റണം. അത് നമുക്ക് പ്രാക്ടീസസ് എന്താണ്? അത്യാവശ്യമാണ്. സോ ഈ ഒരു അപ്രോച്ചിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസ്സസ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി മെറ്റീരിയൽസ് എന്ത് ചെയ്യും? ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ക്ലാസ്സസിന് വേണ്ടിയിട്ടുള്ള മീൻസ് നിങ്ങൾക്ക് നോട്ട്സ് വായിക്കാനുള്ള നോട്ട്സ് എന്ത് ചെയ്യും? ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ജസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എടുത്തിട്ട് നമുക്ക് നിർത്താം. ബാക്കി എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് നാളെ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചാപ്റ്റേഴ്സ് ആക്ച്വലി തുടങ്ങാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ഇതുവരെ ഉള്ളതിൽ? ബിഫോർ ദാറ്റ് റൈറ്റ് ഡൗൺ വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണെന്നുള്ളതൊന്ന് എഴുതിയെടുക്കുക. നോട്ട് ചെയ്തോ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. റെഡിയാണോ? പറയട്ടെ, നോട്ട് പറയട്ടെ. ജസ്റ്റ് ഒരു പാരാഗ്രാഫ്. Sociological imagination is a concept. Sociological imagination is a concept coined by C.W. Mills. He's an American sociologist. Sociological imagination is a concept coined by C.W. Mills, bracket American sociologist. To explain that the personal troubles are not really personal. The personal troubles are not really personal. Full stop. They are caused by structural changes. They are caused by structural changes in the society. Example: divorce is a personal trouble. Sorry, divorce of one couple is a personal trouble. Divorce of a one couple is a personal trouble. Divorce of one couple is personal trouble. But divorce in itself is a public issue. സജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയൂ. നെറ്റ് ഒന്ന് പോയായിരുന്നു. എവിടെ തൊട്ടാ പറയണ്ടേ? ആയിട്ടാ വേണ്ട. ടു എക്സ്പ്ലെയിൻ ദാറ്റ് പേഴ്സണൽ ട്രബിൾസ് ആർ നോട്ട് റിയലി പേഴ്സണൽ. അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് they are caused by structural changes. They are caused by structural changes. They are caused by structural changes in the society. They are caused by structural changes in the society. അത് കഴിഞ്ഞിട്ട് society. For example,
എഴുതിയല്ലോ അല്ലെ. ഫോർ എക്സാമ്പിൾ, divorce of one couple is a personal trouble. Divorce of one couple is a personal trouble, but divorce in itself is a public issue. Divorce in itself is a public issue. So divorce of one couple is a personal trouble, but divorce in itself is a public issue. So sociological imagination will help us. Sociological imagination will help us to understand larger. Sociological imagination will help us to understand larger structural cause behind rising divorce rate. Help us to understand larger structural cause behind rising divorce rate. Okay. So basically, നിങ്ങൾക്ക് സോഷ്യോളജിന്റെ കംപ്ലീറ്റ് മെറ്റീരിയലിന്റെ ഒരു ബുക്ക് തരും. ആ ബുക്ക് ആക്ച്വലി പ്രിന്റ് എടുക്കാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. 15-ാം തീയതി അവർ തരാന്ന് പറഞ്ഞത്, കുറെ ബുക്ക് പ്രിന്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതുവരെ എന്ത് ചെയ്യാം, ഹാൻഡ് ഔട്ട് തരാം കേട്ടോ. മീൻസ് ജസ്റ്റ് പ്രിന്റഡ് നോട്ട്സ് ആ ഒരു ചാപ്റ്റർ തരാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ തന്നെ ഇത് ഫുള്ളുള്ള നോട്ട്സ് എന്ത് ചെയ്യും, 15-ാം തീയതി ഞാൻ നിങ്ങൾക്ക് ബുക്ക് തരാവേ. ഓൺലൈനിൽ ഹാൻഡ് ഔട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. കിട്ടാത്തവർ വേണേൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അയച്ചു തരാവേ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, ബേസിക്കലി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാൻ പോകുന്നത് സോഷ്യോളജിയിൽ 9ാമത്തെ ചാപ്റ്റർ ആണ്. ബേസിക്കലി ഈ ചാപ്റ്റർ വെച്ച് തുടങ്ങാം. ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഫാമിലി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും, അപ്പൊ അതുകൊണ്ട് നോക്കാം. ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ ബേസിക്കലി ഫാമിലി എന്ന് പറയുന്ന സ്ട്രക്ചർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. സോ ഫാമിലി എന്ന് പറയുന്ന സ്ട്രക്ചറിനെ സംബന്ധിച്ചോളം ഫാമിലിയിൽ നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഫാമിലിന്റെ ഒരു ഡാറ്റ ഞാൻ ഇവിടെ തരാം. 2 രാജ്യങ്ങളിലുള്ള ഫാമിലീസിന്റെ ഒരു ഡാറ്റ. നമ്മൾ ഡിഫറൻസ് എന്താ നോക്കാവേ. ഒന്ന് 1990s ഈ സ്റ്റഡി നടന്നിട്ടുള്ളത്. 1990s 2 രാജ്യങ്ങളിലെ ഫാമിലിയെ പറ്റിയുള്ള ഒരു സ്റ്റഡി നടത്തിയതാണ്. അതില് ഈ രാജ്യത്ത് കൺട്രി നമ്പർ 1 നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് അലോൺ, കൺട്രി 1 36% ആണ്. ഫസ്റ്റ് കൺട്രിയിൽ 36%. ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്നവര്, ലിവിങ് ടുഗദർ ദാറ്റ് ഈസ് മാരേജിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, ഒരു റിലേഷൻഷിപ്പ് ഉള്ളത്. 26% ആളുകൾ ലിവിങ് ടുഗദർ ആണ് ഈ രാജ്യത്തെ. മോർ ദാൻ അൺമാരീഡ് കപ്പിളിന് ജനിച്ചിട്ടുള്ള ചിൽഡ്രൻസ് മോർ ദാൻ 50% ഓഫ് ദ ചിൽഡ്രൻ എന്ന് പറയുന്നത് അൺമാരീഡ് കപ്പിളിനാണ് ഉണ്ടായിട്ടുള്ളത്. കല്യാണം കഴിക്കാതെ അവർ അച്ഛനും അമ്മയും എന്ത് ചെയ്തിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ, ആവറേജ് സൈസ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് എത്രയാണ്? ഫാമിലി ഈ ഒരു രാജ്യത്ത് 2% ആണ്. മീൻസ് 2 പേരാണ് എന്ത് ചെയ്യുന്നത്, 2 ആണ്. ആവറേജ് സൈസ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് 2 ആണ് ഈ ഒരു ഫസ്റ്റ് രാജ്യം എന്ന് പറയുന്നത്. പക്ഷെ 2ാമത്തെ രാജ്യം എന്ന് പറയുന്നത് പീപ്പിൾ അലോൺ താമസിക്കുന്ന പെർസെന്റേജ് എത്രയാണ്? 24% ഉള്ളൂ. ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് 8% ഉള്ളൂ. ഹൗസ് ഹോൾഡിന്റെ സൈസ് എന്ന് പറയുന്നത് ഇവിടെ 2.6 ആണ്. ആൻഡ് ഇവരുടെ അൺമാരീഡ് കപ്പിളിന് ജനിക്കുന്ന ആളെന്ന് പറയുന്നത് 20% വരുന്നുള്ളൂ. ഇത് 2.6 വരുന്നു. ആൻഡ് വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനിൽ വുമന്റെ പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് 50% ഉണ്ട്, ഇവിടെ 26% വരുന്നുള്ളൂ. ഓക്കെ, ഈ ഫസ്റ്റ് കൺട്രിയുടെ പേരാണ് സ്വീഡൻ, 2ാമത്തെ കൺട്രിന്റെ പേരാണ് USA. എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടെന്നൊന്ന് കണ്ടെത്താവോ? എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയാമോ? ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസസ് എന്തുകൊണ്ടായിരിക്കും സ്വീഡനിലെ ആളുകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നു, കൂടുതൽ ആളുകളും ലിവിങ് ടുഗദർ ആണ്. മാരേജ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ കൂടുതൽ ലിവിങ് ടുഗദർ ആയിട്ടാണ് ആൾ താമസിക്കുന്നത്. ചിൽഡ്രൻസ് ആർ ബോൺ ടു അൺമാരീഡ് കപ്പിൾ, 50% ചിൽഡ്രൻ. ആവറേജ് സൈസ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? 2%. ദാറ്റ് മാക്സിമം എന്താണ്? 2 പേരൊക്കെ ഒരു വീട്ടിലുള്ളൂ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് താമസം. ആൻഡ് 50% വുമൺ ആർ വർക്കിംഗ് ഫോഴ്സിന്റെ ഭാഗമായി വരുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ഫാമിലീസ്? അല്ലെങ്കിൽ ഈ 2 രാജ്യം തമ്മിലുള്ള എന്തൊക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്?
അതെ, വുമൺ പാർട്ടിസിപ്പേഷൻ കൂടുതൽ. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? മാരേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. പിന്നെ ഓൺലൈൻ അല്ലേ? ഓക്കെ, ഇവിടെ എന്തെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വീക്കാണ്. ഇതിൽ ഏറ്റവും കോൺസെപ്റ്റ് ഓഫ് ഫാമിലി ഏറ്റവും വീക്കസ്റ്റ് ഏത് കൺട്രിയിലാണ്, ഏറ്റവും സ്ട്രോങ് ഏത് കൺട്രിയിലാണ്? കോൺസെപ്റ്റ് ഓഫ് ഫാമിലി കമ്പയറിംഗ് ഡാറ്റ, ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള രാജ്യം ഇതിനകത്ത് ഏതാണ്, വീക്ക് ആയിട്ടുള്ള രാജ്യം ഇതിനകത്ത് ഏതാണ്? ഓൺലൈൻ നിങ്ങളെ അഭിപ്രായത്തില്? അഖില, ഋതിക, റഹീം, സമീറ, സമീം, അപ്പൊ മുങ്ങിയോ? സ്വീഡൻ അല്ലേ ലോ, ലൈക് ഫാമിലിന്റെ ഒരു ഇത് കുറവ്. ആ, ഫാമിലിയിൽ എന്തല്ല സ്ട്രോങ് അല്ല. അപ്പൊ സ്വീഡനിൽ എന്താണ് നമുക്ക് ഒരു കാര്യം കണക്കാൻ പറ്റും. ഇവിടെ വീക്കസ്റ്റ് ഫാമിലി എവിടെയാണുള്ളത്? സ്വീഡനിലാണ്. ഇവിടെ ഫാമിലി കമ്പാരിറ്റീവ്ലി എന്താണ്, സ്വീഡനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാമിലി സ്ട്രോങ് ആണ്. എന്തുകൊണ്ടായിരിക്കും സ്വീഡനിൽ ഫാമിലി വീക്ക് ആവാൻ കാരണം? വുമണോ? വുമൺ പാർട്ടിസിപ്പേഷൻ ലൈക്ക് ലേബർ ഫോഴ്സ് ഒക്കെ കൂടുതലുകൊണ്ടും. പിന്നെ അതുകൊണ്ടായിരിക്കോ? വേറെ എന്തോ സാധനം സംഭവിച്ചുകൊണ്ടാണ് വുമന്റെ പാർട്ടിസിപ്പേഷൻ കൂടിയത്. അതെന്തായിരിക്കും? ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യം വരാൻ കാരണം വേറൊരു കാര്യം ഉണ്ടാവും. അൺമാരീഡ് പ്ലേസ് ആയതുകൊണ്ട്. ഓക്കെ, സോ യു അണ്ടർ ഡാറ്റ മനസ്സിലായല്ലോ. ഇത് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് കമ്പാരിസണിന് വേണ്ടിയിട്ടാണ്. വായിക്കുവാണേ. ഈ ഞാൻ പറഞ്ഞ ഫസ്റ്റ് രാജ്യത്ത് എന്ന് പറയുന്നത്, ഫസ്റ്റ് രാജ്യത്തിൽ എന്താണ് ഫാമിലി എന്ന് പറയുന്നത് വീക്കാണ്, രണ്ടാമത് സ്ട്രോങ് ആണ്. ഒരു ഫാമിലി നമുക്ക് എന്തൊക്കെ ചെയ്യും? നമ്മുടെ സോഷ്യലൈസേഷൻ ആരാ ചെയ്യുന്നത്? ഫാമിലി ചെയ്യും. എഡ്യൂക്കേഷൻ ആരാ തരുന്നത്? ഇനിഷ്യലി ഫാമിലി തരും. നമ്മളെ ഹെൽത്ത് വരുമ്പോ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ? ഹെൽത്ത് കെയർ ഫാമിലി. ഇൻകം സപ്പോർട്ട് ചെയ്യുന്ന ആരാ? ഫാമിലി. അൺഎംപ്ലോയ്മെന്റ് ആകുമ്പോൾ ഫാമിലി എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്തില്ലേ? പിന്നെ നിങ്ങൾക്ക് ജോലി ഒന്നുമില്ല, അപ്പോൾ നിങ്ങൾ നോക്കുന്ന ആരാ? ഫാമിലി. ഇമോഷണലി നിങ്ങൾ വീക്കാണ്, ആര് സപ്പോർട്ട് ചെയ്യും? ഫാമിലി സപ്പോർട്ട്. ഇമോഷണലി വീക്ക് ആണെങ്കിൽ ഫാമിലി സപ്പോർട്ട് ചെയ്യും. സോ ബേസിക്കലി ഫാമിലി യൂസ് ടു പ്രൊവൈഡ് എവറിത്തിങ്. ഈ ഫംഗ്ഷൻസ് ഒക്കെ ആരെ ഫംഗ്ഷൻസ് ആണ്? ഫാമിലിന്റെ ഫംഗ്ഷൻസ് ആണ്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലോൺലെസ് ആണ്, വീട്ടുകാർ വിളിച്ച് വാടാ നമുക്ക് ടൂർ പോവാം, നല്ല ഫാമിലി അല്ലെ, രണ്ടെണ്ണം പടയ്ക്കും. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യും? നമ്മൾ സപ്പോർട്ട് ചെയ്യും. പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ചീത്ത കേൾക്കുമെങ്കിലും പൈസ തരും. നമ്മൾ എഡ്യൂക്കേഷൻ നോക്കും, ഹെൽത്ത് നോക്കും, നമുക്കുള്ള സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ നോക്കും. ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരുന്നത്? ഫാമിലി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ സ്കാൻഡിനേവിയൻ കൺട്രി പോലെയുള്ള സ്വീഡൻ പോലെയുള്ള കൺട്രീസിൽ എന്ത് ഡെവലപ്ഡ് ആയി? ഹൈലി ഡെവലപ്ഡ് ആയപ്പോൾ അവരുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഹയർ ലെവൽ ഡെവലപ്മെന്റിലേക്ക് പോയി. ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നിങ്ങളുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫംഗ്ഷന്റെ കംപ്ലീറ്റ് ഒരു സ്റ്റുഡൻസിന്റെ, ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഫീ, ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ചെലവ് ആരെടുക്കും? ഗവൺമെന്റ് എടുക്കും. സോ എഡ്യൂക്കേഷൻ നൗ ഇവിടെ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യും? വായിക്കട്ടെ. സ്വീഡനിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഗവൺമെന്റ് വിൽ ഡു എഡ്യൂക്കേഷൻ ഫംഗ്ഷൻ. ഇത് ആര് ചെയ്തുകൊണ്ടിരുന്നതാ? ഫാമിലി. നിങ്ങൾക്ക് സുഖമില്ലാതായി, ഹെൽത്ത് ആര് തരും? ഗവൺമെന്റ് തരും. നിങ്ങൾക്ക് സോഷ്യലൈസേഷൻ ചെയ്യണം, ആരാണത് നോക്കുന്നത്? ഗവൺമെന്റ് ആണ് നോക്കുന്നത്. നിങ്ങൾക്ക് അൺഎംപ്ലോയിഡ് ആയി, നിങ്ങൾക്ക് പൈസ ആര് തരും? ഗവൺമെന്റ് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് തരും. ഓക്കെ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം, ആര് തരും? ഗവൺമെന്റ് തരും. നിങ്ങൾക്ക് ഒറ്റക്കപ്പെട്ടു, നിങ്ങൾക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു, ഇമോഷണലി ഡൗൺ ആണ്, നിങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്, സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, അതുപോലെ നിങ്ങൾക്ക് സംസാരിക്കാനും ആര് വിടും? ഗവൺമെന്റ് ഒരാളെ വിട്ടുതരും. ഗവൺമെന്റ് ഈവൻ ലോൺലെസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് വിൽ സെൻഡ് യു എ പേഴ്സൺ. യു ക്യാൻ ടോക്ക് ടു ദാറ്റ് പേഴ്സൺ ഫോർ 1 hour 2 hour, അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം. സോ ഗവൺമെന്റ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ദ റിക്വയർമെന്റ്. പ്രീവിയസ്ലി ഫാമിലി ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ, ഫംഗ്ഷൻ എന്ത് ചെയ്തു? ഗവൺമെന്റ് ഏറ്റെടുത്തു. ഓട്ടോമാറ്റിക്കലി പണ്ട് ഫാമിലി ചെയ്ത സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പോൾ സ്വീഡനിൽ പിന്നെ ഫാമിലി എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ആവശ്യം വരുന്നുണ്ടോ? അതുകൊണ്ടാണ് സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യത്ത് എന്ത് ചെയ്യുന്നത്? ഈ ട്രഡീഷണൽ ഫാമിലി പറയുന്ന സ്ട്രക്ചർ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഫാമിലിന്റെ ഫംഗ്ഷൻസ് അപ്പോഴും അവിടെ ആര് ചെയ്യുന്നുണ്ട്? റോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ സ്വീഡനിൽ ഫാമിലി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സ്വീഡനിൽ ഫാമിലി ഉണ്ട്. ആ ഫാമിലി എന്ന് പറഞ്ഞ ഫംഗ്ഷൻസ് ഉണ്ട്. പക്ഷെ ഫംഗ്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഫാമിലി എടുക്കുന്നതിന് പകരം അതിപ്പോ ആരെടുത്തു?
ഗവൺമെന്റ് ടേക്കൺ ഓവർ ദാറ്റ് ഫങ്ഷൻസ്. സോ മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഫാമിലി എന്തല്ല, ഇപ്പൊ ഇമ്പോർട്ടന്റ് അല്ല, ഫാമിലിക്ക് സ്ട്രെങ്ത് ഇല്ല, ഫാമിലി വീക്ക് ആവാന്ന് പറയുന്നു. പക്ഷെ മോഡേൺ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും ഫാമിലിയുടെ ഫങ്ഷൻസ് ഇപ്പോഴും എന്തുണ്ട്, അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ആര് ഈ ഫങ്ഷൻ എടുക്കുന്നു എന്നുള്ള ഡ്യൂട്ടി എന്ത് ചെയ്യുന്നു, മാറുന്നു എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് മോഡേൺ സൊസൈറ്റിയിൽ ഫാമിലിനെ പറ്റി കാണാൻ പറ്റുള്ളൂ. സോ ഫാമിലിയെ പറ്റി പറയുമ്പോൾ ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് വിത്ത് റെസ്പെക്ട് ടു സോഷ്യോളജി. ബിക്കോസ് ഒരു സൊസൈറ്റിയുടെ ഏറ്റവും അടിസ്ഥാന ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫാമിലിയാണ്. ഒരു സൊസൈറ്റി എങ്ങനെ ഡെവലപ്പ് ആവുന്നത്, കുറെ ഫാമിലി കൂടി 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 വന്നിട്ടല്ലേ ഒരു സൊസൈറ്റി ഡെവലപ്പ് ആവുന്നത്. ഒരു സൊസൈറ്റി ഡെവലപ്പ് ആവണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം, ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം, ഫാമിലി എന്ന് പറയുന്ന ഒരു ബേസിക് യൂണിറ്റ് ഉണ്ട് അല്ലെ. ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ഒരു ബേസിക് യൂണിറ്റ് ആണ്. ഈ ഫാമിലിന്റെ ബേസിക് യൂണിറ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഡെവലപ്ഡ് ആയത് വരുന്നത്. ഒരുപാട് ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഫാമിലീസ് ചേരുന്നതാണ് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സൊസൈറ്റി നിലനിൽക്കണമെങ്കിലും എന്ത് വേണം, ഫാമിലി വേണം. എങ്ങനെ, ഫാമിലിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്, അതുണ്ട്. അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇല്ലേ, അടുത്ത ജനറേഷനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ജനറേഷൻ മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ സൊസൈറ്റി മുന്നോട്ട് പോകും. അപ്പൊ സൊസൈറ്റി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആസ്പെക്ട് എന്ന് പറയുന്നത് ഫാമിലി ഉണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സൊസൈറ്റിക്ക് നിങ്ങൾക്ക് വേണ്ട പോലെ ഉള്ള ഒരാളെ കൊടുക്കുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ്, ഫാമിലിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ നല്ലതും ചീത്തതും പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ പേടിപ്പിക്കാനുള്ള റീസൺസ് എന്താണ്, സൊസൈറ്റിയില് ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലി ഈസ് ഡൂയിങ് ഓൾ ദീസ് ഫങ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇനിഷ്യൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ഫാമിലിയെ കുറിച്ചാണ്. സോ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ്ലി പ്രൈമറി ഗ്രൂപ്പ്. ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് എലമെന്ററി ഫോം ഓഫ് സൊസൈറ്റി ആണ്. ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നു ഫാമിലി എന്ന് പറയുന്നു. ഒരു സൊസൈറ്റി ഉണ്ടാവുന്നത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്, ഫാമിലി എന്ന് പറയുന്ന ഒരു ബേസിക് യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ലൈഫിന്റെയും കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലി എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യുന്നുണ്ട്. ഇനി ക്യാരക്ടർ ഓഫ് ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ JP മുഡ്രോക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ഉണ്ട്, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആണ്. ഇന്ത്യൻ സോഷ്യോളജി അല്ല, JP മുഡ്രോക്ക് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം മെയിൻ ആയിട്ട് പഠിച്ചത് എന്തിനാണ്, ഫാമിലിയെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. പുള്ളിന്റെ ഒരു പഠനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഫാമിലികളെയും പറ്റി പഠിക്കുക എന്നുള്ളതാണ് പുള്ളിന്റെ ഒരു ആഗ്രഹം. പുള്ളി ഒരു ഏകദേശം ഒരു 250 ഫാമിലിയെ പറ്റി പഠിച്ചു. ഓക്കെ, അപ്പൊ പുള്ളി നോക്കിയ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് സൊസൈറ്റി 250 സൊസൈറ്റികൾ പഠിച്ചു. 250 സൊസൈറ്റി നോക്കിയപ്പോഴും ഇയാൾക്ക് കോമൺ ആയിട്ട് ഒരു സാധനം കണ്ടു, എന്താണ്, ഫാമിലി. ചില സൊസൈറ്റികളിൽ റിലീജിയൻ ഉണ്ടാവില്ല, ചില സൊസൈറ്റികളിൽ റിലീജിയൻ ഉണ്ടാവും അല്ലെ. ചില സൊസൈറ്റിയിലെ പൊളിറ്റിക് ഡെമോക്രസി ആയിരിക്കും, ചില സൊസൈറ്റിയിലെ പൊളിറ്റിക് ഡെമോക്രസി ആയിരിക്കില്ല. പക്ഷെ ഒരു കോമൺ സാധനമാണ് പുള്ളി കണ്ടപ്പോൾ പഠിച്ചത്, എന്താണ്, ഫാമിലി. അതുകൊണ്ട് തന്നെ ഫാമിലിനെ നമുക്ക് വേണം എന്ത് പറയാം, ഫാമിലി ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫാമിലി ഏത് സൊസൈറ്റി നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ഫാമിലി ഉണ്ടാവും. ഫാമിലി ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള കാര്യം പറയാൻ പറ്റും. അതേപോലെ ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറയാൻ പറ്റും. എന്തൊക്കെയാണ് ഫാമിലി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലായി, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. നല്ലതും ശരിയും പറഞ്ഞുതരും. പിന്നെ അതിന്റെ അർത്ഥം എന്താ, സോഷ്യലൈസേഷൻ ചെയ്യും ഫാമിലി അല്ലെ. അതല്ലാതെ എന്താണ്, അത് ഫാമിലിയുടെ ഒരു ഫംഗ്ഷൻ അല്ലേ, സ്വഭാവം എന്താന്ന് ചോദിക്കുന്നത്, ഫാമിലിന്റെ ഡ്യൂട്ടി അല്ല. അപ്പൊ നല്ലതും ചീത്തയും പറഞ്ഞു തരാന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ ഡ്യൂട്ടിയാണ്, ഒരു ഫംഗ്ഷൻ ആണ്. ക്യാരക്ടർ എന്തായിരിക്കും, എങ്ങനെയൊക്കെയായിരിക്കും ഫാമിലി ഫോം ചെയ്യാം? പൊതുവെ ഫാമിലിന്റെ ഇടയിൽ എന്ത് കാണാൻ പറ്റും, മാരേജ് കാണാൻ പറ്റില്ലേ. രണ്ടുപേര് കല്യാണം കഴിച്ച് ട്രഡീഷണൽ അല്ലെങ്കിൽ മോഡേൺ സൊസൈറ്റിയിലാണെങ്കിലും നമ്മളൊരു ഫാമിലി ഇൻവോൾവ് ചെയ്ത ഒരു മാരേജ് ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലിന്റെ ഇടയിൽ നമുക്ക് ഒരു ഫോം ഓഫ് മാരേജ് കാണാൻ പറ്റും. അതേപോലെ തന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഇവർ എങ്ങനെയാ താമസിക്കുക, ഒന്നിച്ച് താമസിക്കില്ല. അത് കല്യാണം കഴിച്ച ചെക്കനും പെണ്ണോടി ഈ ഫാമിലി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അച്ഛനെ ഒരു ജോയിന്റ് ഫാമിലിയാണ്, അവരെ വീട്ടിൽ തന്നെ താമസിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും, സെപ്പറേറ്റ് വീട് എടുത്ത് വയ്ക്കും. അപ്പോൾ ഒരു കോമൺ റെസിഡന്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇല്ല ഫാമിലിക്ക്. അപ്പൊ നമ്മളൊരു വീട് കാണുമ്പോൾ ആ വീട്ടിലൊരു ഫാമിലി താമസിക്കുന്ന വീടാന്നല്ല പറയാം. അപ്പൊ ഒരു ഫാമിലിന്റെ കൂടെ തന്നെ അറ്റാച്ച് ആവുന്ന രണ്ട് സാധനങ്ങളാണ്, ഒന്ന് കല്യാണം, മാരേജ് എന്ന് പറയുന്ന സാധനം, അതേപോലെ തന്നെ റെസിഡന്റ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഒരു വീട്, റെസിഡൻസ്, അതേപോലെ തന്നെ ഫാമിലി എന്താണ്, ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ഫാമിലിന്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. സോ ബേസിക് ഇനിഷ്യലി ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാമിലി ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതേപോലെ തന്നെ ഈ ഇതിനകത്ത് എന്തുണ്ടാവും,
മാരേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഫാമിലി വിച്ച് വിൽ ബി ഇൻവോൾവ് മാരേജ്. ഓൾസോ ദർ വിൽ ബി എ മേറ്റിംഗ് റിലേഷൻഷിപ്പ്. മാരേജിന്റെ ഇമ്പോർട്ടന്റ് എന്താണ് ഇവിടെ? സൊസൈറ്റിയിൽ എല്ലാവരും എന്ത് ചെയ്യണം? എല്ലാവർക്കും ഒരു മേറ്റിംഗ് റിലേഷൻഷിപ്പ് വേണം. എങ്കിൽ മാത്രം അത് ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ? ഫാമിലി എന്തിനാ ഈ കുട്ടികളായില്ലേ നാട്ടുകാർ മൊത്തം ചോദിക്കുന്നത്? നിങ്ങളെങ്ങാനും കുട്ടികൾ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സൊസൈറ്റി എന്തായി പോവും? ഇല്ലാതായി പോകും. അപ്പൊ സൊസൈറ്റിന്റെ എക്സിസ്റ്റൻസ് നോക്കുക എന്നുള്ളത് ആരെ ഇമ്പോർട്ടന്റ് ആണ്? സൊസൈറ്റിന്റെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സൊസൈറ്റി നിങ്ങൾക്ക് പ്രഷർ തന്നുകൊണ്ടേ ഇരിക്കും കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സൊസൈറ്റി എല്ലാവരും ഇപ്പൊ ചില്ലറം വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സൊസൈറ്റി എന്താവും? എൻഡ് ആയി പോകും. അപ്പൊ ആ സിവിലൈസേഷൻ മുന്നോട്ട് പോവാ, സൊസൈറ്റി മുന്നോട്ട് പോവാ എന്നുള്ളത് ആ ഫാമിലിയുടെ ആ സൊസൈറ്റിയുടെ ആവശ്യമായതുകൊണ്ട് എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? നമ്മളെ മുകളിൽ ഒരു പ്രഷർ ചെയ്യും. സോ ഒരു മേറ്റിംഗ് റിലേഷൻഷിപ്പ്, ദാറ്റ് ടു അക്സെപ്റ്റഡ് മേറ്റിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കും മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. മാരേജിന് മുന്നിലുള്ള റിലേഷൻഷിപ്പ് നോക്കി നോക്കി, അവിടെ സ്റ്റിഗ്മ ഇല്ലേ? മേറ്റിംഗ് റിലേഷൻഷിപ്പ് ഈവൻ ദർ ബിഫോർ മാരേജ് ഓൾസോ, പക്ഷെ വിച്ച് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ സൊസൈറ്റി. അതായത് ഇപ്പൊ എല്ലാവരും ഏകദേശം ഒരു കോമൺ ആയി വരുന്നുണ്ട്, പക്ഷെ പൊതുവെ സൊസൈറ്റി അത് അക്സെപ്റ്റഡ് ആണോ? അതൊരു അക്സെപ്റ്റബിൾ ഫോം ആണോ? ഫോമായിട്ട് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. നൗ ചേഞ്ച് ഈസ് ഹാപ്പനിങ്. ഇന്ത്യ മോഡേൺ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഓൾറെഡി ആ ചേഞ്ച് കുറെ വന്നു, പക്ഷെ അത് വീണ്ടും റിവേഴ്സലൊക്കെ കാണുന്നുണ്ട്. അതായത് വീണ്ടും അത് അംഗീകരിക്കാത്ത രീതിയിലേക്ക് ഒരു പ്രൊട്ടക്ഷൻ, ഒരു കൺസർവേറ്റീവ് രീതിയിലേക്ക് പല സൊസൈറ്റി പോകുന്നുണ്ട്. പക്ഷെ മാരേജിന്റെ ഉള്ളിൽ എന്താണ്? മേറ്റിംഗ് റിലേഷൻഷിപ്പ് ഈസ് അക്സെപ്റ്റഡ് ഫോം ആണ്. ഓക്കെ, അപ്പൊ അതൊരു ഫാമിലിന്റെ എന്താണ്? ഒരു ജനറൽ കാറ്റഗറി. ഫാമിലി കമ്മിങ് ടു എക്സിസ്റ്റൻസ് തന്നെ മാൻ ആൻഡ് വുമൺ എസ്റ്റാബ്ലിഷ് എ മേറ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടെ മാൻ ആൻഡ് വുമൺ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം കൂടി ഇല്ലേ? ഇതെന്തുകൊണ്ടാണ്? ഈ പഴയ സിസ്റ്റത്തിന്റെ ഫാമിലിന്റെ ഡെഫിനിഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഇന്നത്തെ നമുക്ക് വേണം പറയാം. ഈവൻ ഫാമിലിന്റെ ചേഞ്ച് വരുന്ന ഫോമിൽ നമ്മൾ പറയും എന്താണ്? ഇത് മാത്രമല്ല ഫാമിലി, ഈവൻ സെയിം സെക്സ് റിലേഷൻഷിപ്പ് എന്തായി വരും? ഫാമിലിന്റെ ഫീച്ചർ ആയിട്ട് വരും. റീപ്രൊഡക്ഷൻ ടെക്നോളജി ഇല്ല, മേറ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന രീതി. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആസ്പെക്ട് അവിടെ വരില്ല. ഇനി അവിടെ എന്തുണ്ടാവും? ഫാമിലിയിൽ എന്തുണ്ടാവും? ഒരു ഫോം ഓഫ് മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മോസ്റ്റ്ലി സാങ്ഷൻഡ് ബൈ ആരായിരിക്കും? റിലീജിയൻ ആയിരിക്കും. അത് മാരേജ് എന്തിനാണ്? റിലീജിയസ് സെറമണീന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നടക്കുക. അപ്പൊ ഒരു എന്തുണ്ടാവും? ഒരു റിലീജിയസ് സാങ്ഷൻ ചെയ്തുള്ള ഒരു മാരേജ് സെറമണിയിലൂടെ ആയിരിക്കും മാരേജ് നടക്കുക. ആൻഡ് ദർ വിൽ ബി കോമൺ റെസിഡൻസ്. ഇവരെ തമ്മിൽ ഒന്നിച്ചൊരു വീട്, ഇവർക്ക് ഫാമിലിക്ക് ഒരു വീട് ഉണ്ടാവും, ഒരു കോമൺ റെസിഡൻസ് ഉണ്ടാവും. ആൻഡ് ദർ ഈസ് എക്കണോമിക്കൽ പ്രൊവിഷൻ. ഈ ഫാമിലിക്ക് ഒരു ഏണിംഗ് മെമ്പർ ഉണ്ടാവും. ചിലപ്പോൾ 2 ഏണിംഗ് മെമ്പർ ഉണ്ടാവും. മോസ്റ്റ്ലി ഒരാൾ എന്തായിരിക്കും? ഏണിംഗ് മെമ്പർ ആയിരിക്കും. ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റി വരുമ്പോഴേക്കും 2 ഏണിംഗ് മെമ്പർ. നമ്മൾ ഡ്യുവൽ ഇൻകത്തിന്റെ കാര്യം പറഞ്ഞില്ല, ഡബിൾ ഇൻകം, നോ കിഡ്സ്, അങ്ങനെയുള്ള ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ഒരാൾ എന്തായാലും അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു എക്കണോമിക്കൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഫാമിലിന് എന്ത് ചെയ്യും? അവിടുത്തെ എക്കണോമിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? ട്രഡീഷണൽ റോൾ പറയുകയാണെങ്കിൽ അച്ഛനാണ് കൂടുതൽ എന്ത് ചെയ്യുക? പണിക്ക് പോവാ. ഓക്കെ, നമ്മളിത് ഇപ്പൊ ഒരു ജെൻഡർ ബയാസ്ഡ് ഉണ്ടാവും, പക്ഷെ ഇതിന്റെ ചേഞ്ചസ് ഫോം പഠിക്കുമ്പോൾ നമ്മൾ ആ ഫോം കൂടി ഇപ്പൊ ഉൾക്കൊള്ളിച്ച് പറയും. അപ്പൊ ഇന്നേറ്റ് ആയിട്ട് ഒറിജിനൽ ഫോം ഓഫ് ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫാമിലിയുടെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്യാരക്ടേഴ്സ് കാണാൻ പറ്റും? ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് യൂണിവേഴ്സൽ ആണ്. ക്യാരക്ടർ ഓഫ് ഫാമിലി എന്ന യൂണിവേഴ്സൽ. ആസ് JP മുഡ്രോക്ക് പറഞ്ഞ എന്താണ്? ഫാമിലി എന്ന് പറയുന്നത് എവിടെയൊക്കെ ഉണ്ട്? ലോകത്ത് എല്ലാ സൊസൈറ്റിയിലും ഫാമിലി കാണാൻ പറ്റും. അതേപോലെ എന്തുണ്ട്? ഒരു മേറ്റിംഗ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാമിലിയിൽ കാണാൻ പറ്റും. ഫാമിലീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബേസ്ഡ് ഓൺ മാരേജ്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും? ഒരു കോമൺ റെസിഡൻസിലായിരിക്കും ഈ ഫാമിലി എന്ത് ചെയ്യുക? താമസിക്കുക. ദെൻ ദർ വിൽ ബി ഓൾസോ ആൻ എക്കണോമിക്കൽ പ്രൊവിഷൻ. എന്ത് ചെയ്യും? ഫാമിലിക്ക് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ടാവും? പണിയെടുക്കുന്നുണ്ടാവും. ഇതാണ് ബേസിക് ക്യാരക്ടർ ഓഫ് എ ഫാമിലി. എന്താണ് ഫാമിലി എന്ന് വെച്ചാൽ അതിന്റെ ക്യാരക്ടർ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുന്നത്. എത്രയുണ്ട്? 1, 2, 3, 4, 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫാമിലിക്ക് ഉള്ളത്. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി ചോദിക്കാറുണ്ട് UPSC. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ 5 ക്യാരക്ടറാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് പോയിന്റ് എഴുതിയ പോരാ. എന്താണ് യൂണിവേഴ്സൽ എന്ന് പറയാൻ കാരണം? ബിക്കോസ് JP മുഡ്രോക്ക് സ്റ്റഡീസ് ദാറ്റ് 250 സൊസൈറ്റി, ഇൻ ഓൾ 250 സൊസൈറ്റി ദർ ഈസ് family existing. And second function is there is a established mating relationship between men and women in the family, so which ensure there is a reproduction and continuity of society. And third will be marriage. Marriage mostly sanctioned by religious ceremonies or secular marriages also present in the society. നമുക്ക് മോഡേൺ ആക്കി എഴുതാം. അതേപോലെ തന്നെ എന്തുണ്ട്? there will be a common residence and an economical provision. One person at least provide families need of economical needs എന്ത് ചെയ്യും? ഒരാൾ പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇന്ന് ഇവിടെ നിർത്താം. ജസ്റ്റ് ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാമെന്നത് മാത്രമേ വെച്ചു. നാളെ മുതൽ എന്ത് ചെയ്യാം? ഫാമിലിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നാളെ മുതൽ നമ്മൾ ജസ്റ്റ് ഫാമിലിന്റെ ഡെഫിനേഷൻ, ഫാമിലിന്റെ ഫംഗ്ഷൻസ്, ഡിഫറെന്റ് വ്യൂ പോയിന്റ് ഓഫ് ഫാമിലീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? തുടങ്ങും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാമിലീസ് ഒക്കെ നമ്മൾ
ചെയ്തു പോകും. സോ ആസ് ഓഫ് നൗ ഇന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓൺലൈൻ ഓഫ്ലൈൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ ഓക്കെ, അപ്പം താങ്ക് യു. സി യു ടുമോറോ. നാളെ 5 മണിക്ക് തന്നെ കേട്ടോ. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ് ഉണ്ടാവുക, 5 മണിക്ക്. സാറേ നോട്ട്സ് ഇതിന്റെ എവിടെ? ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയക്കാവോ? ഓക്കെ. നമ്പർ ഉണ്ടോ? ഇല്ല, ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യോ ഇതിന്റെ? ഏത് ഗ്രൂപ്പിലാ ഇപ്പൊ ഉള്ളത്? പേരെന്തായിരുന്നു നോട്ടെ? ഇതില് നോക്കട്ടെ, UPSC 2026 എന്ന് പറഞ്ഞ മെന്റർഷിപ്പ് ഹബ് 2. ഓക്കെ ഓക്കെ, അതിലേക്ക് ഞാൻ ഇട്ടേക്കാം. ഓക്കെ ശരി, ഞാൻ സോഷ്യോളജിന്റെ ഗ്രൂപ്പിലായിട്ടുള്ള നോട്ട്സ് മൊത്തം അതാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തത്. നോട്ട്സ് ഇട്ടേക്കാം കേട്ടോ. നാളെ 5 മണിക്കാണ് സോഷ്യോളജി ജൂലൈ ബാച്ച്. നിന്നെ ആഡ് ചെയ്തിട്ടില്ല ആ ബാച്ചിലേക്ക്, കാരണം ഇന്നലെ ഞാൻ സൂര്യനെ ആഡ് ചെയ്തു. ഇന്നലെ നിന്നെ ആഡ് ചെയ്തോ? നോക്കിയ സോഷ്യോളജിസ്റ്റ് ജൂലൈ ബാച്ച് എന്ന് പറഞ്ഞൊരു ടെലിഗ്രാം ഗ്രൂപ്പ്. ടെലിഗ്രാമിൽ എനിക്കൊന്ന് ആദ്യത്തിനെ ആഡ് ചെയ്യാൻ ഇന്നലെ വിട്ടുപോയി തോന്നുന്നു. ഞാൻ ആഡ് ചെയ്തേക്കാം. സൂര്യൻ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇന്നലെ. അരുണിനെ ആഡ് ചെയ്തില്ലേ? ചെയ്തു ഇല്ല, ഇന്നിപ്പോ ആഡ് ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പൊ നാളെ കാണാം 5 മണിക്ക്. താങ്ക് യു. ആഡ് ആയിട്ടില്ലേ?